ദേശീയ രാഷ്ട്രീയത്തിൽ പരസ്പരം ബദ്ധവൈരികളെ പോലെ പോരാടുകയും കേരളത്തിൽ സംഘപരിവാറിനെതിരായ മുഖ്യ പ്രതിരോധ ശക്തി തങ്ങളാണെന്ന് നിരന്തരം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന CPM ഡൽഹിയിലെ ഒരു സുപ്രധാന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ RSS നേതാക്കളുമായി രഹസ്യ ധാരണയിലെത്തിയെന്ന വാർത്ത CPMന്റെ അണികൾക്കിടയിൽ കടുത്ത ആഭ്യന്തര കലാപം ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കേന്ദ്ര ഭരണസമിതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഈ സംഘി കമ്മി സഖ്യം വെളിച്ചത്ത് വന്നിരിക്കുന്നത്. ഈ നീക്കം CPMന്റെ അടിസ്ഥാന രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധമാണെന്ന് ആരോപിച്ച് ഒരു വിഭാഗം നേതാക്കൾ പരസ്യ പ്രതിഷേധവുമായി ഇതിനകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഡൽഹിയിലെ മലയാളി സമൂഹത്തിന് വിദ്യാഭ്യാസപരമായ പിന്തുണ നൽകുന്ന 4 സ്കൂളുകളുടെ ചുമതല വഹിക്കുന്ന സൊസൈറ്റിയാണ് കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റി. 2025-27 കാലയളവിലേക്കുള്ള ഭരണസമിതി തിരഞ്ഞെടുപ്പാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പരമ്പരാഗതമായി CPMഉം ഇടത് ചായ്വുള്ളവർക്കുമായിരുന്നു ഈ സൊസൈറ്റികളുടെ നിയന്ത്രണം. എന്നാൽ ഇത്തവണ സൊസൈറ്റിയുടെ ഭരണം പിടിക്കാൻ CPM നേതാക്കളും RSS നേതാക്കളും 2 വ്യത്യസ്ത പാനലുകളിലായി മത്സരിക്കാൻ ഒരുങ്ങുകയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഇരുവിഭാഗം നേതാക്കളും മത്സരം ഒഴിവാക്കി ഒരു രഹസ്യ ധാരണയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ധാരണയുടെ ഭാഗമായി ഭരണസമിതിയിലെ സ്ഥാനങ്ങൾ ഇരുവിഭാഗവും പങ്കിട്ടെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതോടെ ഡൽഹിയിലെ CPMന്റെ അണികൾക്കിടയിൽ കടുത്ത അതൃപ്തികൾ ഉടലെടുത്തിരിക്കുകയാണ്. സംഘപരിവാറിനെതിരെ കടുത്ത രാഷ്ട്രീയ നിലപാടെടുക്കുന്ന പാർട്ടി സ്ഥാപനത്തിന്റെ അധികാരം നിലനിർത്താൻ ശത്രുപക്ഷവുമായി സഖ്യമുണ്ടാക്കിയത് എന്ത് ന്യായത്തിന്റെ പേരിലാണെന്ന് പ്രവർത്തകർ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. ചില CPM നേതാക്കൾ തങ്ങളുടെ എതിർപ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെയും പാർട്ടി വേദികളിലും പരസ്യമാക്കിയിട്ടുണ്ട്. CPMന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് MA ബേബി പോലുള്ള മുതിർന്ന നേതാവ് ഇരിക്കുന്ന സമയത്താണ് ഡൽഹിയിലെ മലയാളി പ്രവർത്തകർ RSSുമായി പരസ്യമായ ഒരു ധാരണയിലേക്ക് നീങ്ങുന്നത് എന്ന പ്രത്യേകത ഈ സംഭവത്തിന്റെ പിന്നിലുണ്ട്. ഇത് CPMന്റെ ദേശീയ നേതൃത്വത്തിന് തന്നെ വലിയൊരു തലവേദനയായി മാറുമെന്നത് തീർച്ചയാണ്. ദേശീയ തലത്തിൽ BJP വിരുദ്ധ മുന്നണികൾക്ക് വേണ്ടി CPM ശ്രമം നടത്തുന്നതിനിടെയാണ് ഇത്തരമൊരു പ്രാദേശിക സഖ്യം പുറത്തു വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇത് ആദ്യമായൊന്നുമല്ല ഡൽഹിയിലെ മലയാളി CPM നേതാക്കൾ സമാനമായിട്ടുള്ള നീക്കം നടത്തുന്നത്. ഏകദേശം 2 വർഷം മുൻപും ഡൽഹിയിലെ മലയാളി CPM നേതാക്കൾ RSSുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ സൊസൈറ്റിയുടെ നിയന്ത്രണം നിലനിർത്താൻ CPM എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നതിന്റെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെടുകയാണ്. എന്നാൽ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും ഈ നീക്കങ്ങളെ ശക്തമായി എതിർക്കുന്നു എന്നതും ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. 1958 രൂപീകൃതമായ കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് ഡൽഹിയിലെ മലയാളി സമൂഹത്തിന്റെ ചരിത്രത്തിൽ വലിയൊരു സ്ഥാനമുണ്ട്. ഡൽഹിയിൽ താമസിക്കുന്ന മലയാള ഭാഷാ ന്യൂനപക്ഷത്തിന്റെ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിനായിട്ടാണ് ഈ സൊസൈറ്റി ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന AKG ഗോപാലൻ തുടങ്ങിയവരുടെ പരിശ്രമ ഫലമായാണ് മലയാള ഭാഷാ പഠനത്തിനും കേരള സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ഈ സൊസൈറ്റി നിലവിൽ വന്നത്. RK പുരം, കെന്നിങ്, ലൈൻ, വികാസ്പൂരി, മയൂർ വിഹാർ തുടങ്ങിയ സുപ്രധാന സ്ഥലങ്ങളിലാണ് സൊസൈറ്റിയുടെ കീഴിലുള്ള 4 കേരള സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. ഈ വിദ്യാലയങ്ങൾ CBSEയുടെയും ഡൽഹി വിദ്യാഭ്യാസ വകുപ്പിന്റെയും അംഗീകാരമുള്ളതും ഡൽഹിയിലെ മലയാളി വിദ്യാർത്ഥികളുടെ പ്രധാന ആശ്രയവുമാണ്. ഈ ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാപക നേതാക്കൾ മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഒരു സൊസൈറ്റിയുടെ ഭരണം പങ്കിടാൻ RSSുമായി ധാരണയിലെത്തുന്നത് പ്രത്യയശാസ്ത്രപരമായി കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെക്കുകയാണ്. ഡൽഹിയിലെ ഒരു ചെറിയ സൊസൈറ്റി തിരഞ്ഞെടുപ്പ് കേരളത്തിലെ വലിയ രാഷ്ട്രീയ കോളിളക്കമായി മാറിയിരിക്കുകയാണ്. കാരണം കേരളത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളും അടുത്തു വരികയാണ്. ഈ പശ്ചാത്തലത്തിൽ സംഘപരിവാറുമായുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇത്തരം സഖ്യങ്ങൾ CPMന് വലിയ രാഷ്ട്രീയപരമായ തലവേദന സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. CPM-BJP രഹസ്യ ബന്ധങ്ങളെ കുറിച്ച് UDF നേതാക്കൾ നിരന്തരം ആരോപണങ്ങൾ ഉയർത്തുന്നതിനിടയിലാണ് ഡൽഹി സൊസൈറ്റി തിരഞ്ഞെടുപ്പിലെ ഈ പുതിയ കൂട്ടുകെട്ട് വിവാദമായിരിക്കുന്നത്. ഈ സംഭവം UDFനെ CPMനെതിരെ ശക്തമായിട്ടുള്ള ഒരു ആയുധമാക്കി മാറ്റുകയും ചെയ്യും. സംഘപരിവാറിനെതിരെ പോരാടുക എന്ന് പറയുന്ന CPM അധികാരത്തിന് വേണ്ടി എന്ത് അവിശുദ്ധ കൂട്ടുകെട്ടിനും തയ്യാറാകുന്നു എന്ന ആരോപണം മുഖ്യ പ്രതിപക്ഷം കേരളത്തിൽ ശക്തമായി ഉന്നയിക്കുകയും ചെയ്യും. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഉൾപ്പെടെയുള്ളവയിൽ CPMന് തിരിച്ചടിയാവാൻ കടുത്ത സാധ്യതയുമുണ്ട്. ഡൽഹിയിലെ ഒരു പ്രാദേശിക സൊസൈറ്റി തിരഞ്ഞെടുപ്പിലെ അധികാരം നിലനിർത്താനുള്ള CPM നേതാക്കളുടെ ഈ ശ്രമം CPMന്റെ അഖിലേന്ത്യാ രാഷ്ട്രീയ നിലപാടുകളെയും കേരളത്തിലെ സംഘപരിവാർ വിരുദ്ധ പ്രതിരോധങ്ങളെയും ചോദ്യം ചെയ്യുന്നതായി മാറിയിരിക്കുകയാണ്. CPM ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നും പാർട്ടിയിലെ ആഭ്യന്തര കലാപം എങ്ങനെ പരിഹരിക്കുമെന്നും അറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. ഈ സംഭവം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ വരും ആഴ്ചകളിൽ കൂടുതൽ വ്യക്തമാകും.